ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. രാജ്യത്തിന് 2035ഓടെ സ്വന്തം ബഹിരാകാശ നിലയമുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവനന്തപുരം VSSCയിൽ 1800 കോടി രൂപയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. ഗഗൻയാൻ ദൌത്യത്തിൽ ബഹിരാകാശത്തേക്ക് പോകുന്ന മലയാളി ഉൾപ്പെടെയുള്ള 4 പേരുടെ പേര് പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി. പരിമിതികൾക്കിടയിലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിലൂടെ ജനക്ഷേമം ഉറപ്പുവരുത്താനാണ് ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് CPIM. TP വധക്കേസ് പ്രതികളുടെ ശിക്ഷ ഉയർത്തി ഹൈക്കോടതി. ISLൽ ഇന്ന് ഹൈദരാബാദ് FC പഞ്ചാബ് FCയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന് 2035ഓടെ സ്വന്തം ബഹിരാകാശ നിലയമുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബഹിരാകാശത്തെക്കുറിച്ച് കൂടുതൽ പഠനത്തിന് ഇത് സഹായകമാകും. തിരുവനന്തപുരത്ത് VSSCയിൽ നടന്ന പരിപാടിയിൽ ഗഗൻയാൻ ദൌത്യത്തിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തിയ പ്രധാനമന്ത്രി ദൌത്യത്തിൽ ബഹിരാകാശ സഞ്ചാരം നടത്തുന്ന 4 പേരുടെ പേരും വെളിപ്പെടുത്തി. പാലക്കാട് നെന്മാറ സ്വദേശി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ്, ശുഭാംശു ശുക്ല എന്നിവരാണ് ബഹിരാകാശ യാത്ര നടത്തുക. നമ്മുടെ ബഹിരാകാശ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം നിർണായകമാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഇന്ന് 500-ലധികം വനിതകൾ ISROയിൽ വിവിധ മേഖലകളിൽ നേതൃസ്ഥാനം വഹിക്കുന്നതായും ചൂണ്ടിക്കാട്ടി. मुझे खुशी है कि हमारे स्पेस सेक्टर में विमेन पावर को बहुत महत्व दिया जा रहा है. चंद्रयान हो या गगनयान, महिला वैज्ञानिकों के बिना ऐसे किसी भी मिशन की कल्पना भी नहीं की जा सकती. आज 500 से अधिक महिलाएं इसरो में लीडरशिप पोजीशन पर हैं. मैं यहाँ मौजूद सभी महिला वैज्ञानिकों, टेक्नीशियंस, इंजीनियर्स की हृदय से सराहना करता हूं. VSSCയിൽ 1800 കോടി രൂപയുടെ 3 സുപ്രധാന ബഹിരാകാശ അടിസ്ഥാന സൌകര്യ പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തോട് കേന്ദ്രം വിവേചനം കാണിച്ചിട്ടില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നേതൃത്വം നൽകിയ കേരള പദയാത്രയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. മതതീവ്രവാദ ശക്തികളിൽ നിന്നും കേരളത്തെ മുക്തമാക്കാൻ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2 മാസത്തിനിടെ 3ാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയ ശ്രീ സുരേന്ദ്രൻ നിരവധി സമ്മാനങ്ങളുമായാണ് പ്രധാനമന്ത്രി ഓരോ തവണയും കേരളത്തിൽ എത്താറുള്ളതെന്നും പറഞ്ഞു. ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ കാറ്റമറൻ ഫെറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. തൂത്തുക്കുടിയിൽ നിന്ന് വെർച്വലായാണ് പ്രധാനമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ചടങ്ങുകൾക്ക് ശേഷം പ്രധാനമന്ത്രി നാളെ തിരുവനന്തപുരം വിമാനത്താവളം വഴി മഹാരാഷ്ട്രയിലേക്ക് തിരിക്കും. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്ത് ജനക്ഷേമം ഉറപ്പുവരുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് നടന്ന മുഖാമുഖം പരിപാടിയിൽ വയോജനങ്ങളുമായും പെൻഷൻകാരുമായും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2016 ശേഷം 57,500 കോടിയിലധികം രൂപ ക്ഷേമ പെൻഷനായി വിതരണം ചെയ്തു. സംസ്ഥാനത്ത് 55 ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളുണ്ട്. സർക്കാരിന്റെ മാനുഷിക പ്രവർത്തനമായാണ് ക്ഷേമ പെൻഷനെ കാണുന്നതെന്നും മുതിർന്ന പൌരന്മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാനത്ത് വയോജന കമ്മീഷൻ രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. വയോജന സംരക്ഷണത്തിനുള്ള നിയമങ്ങളും ഉത്തരവുകളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് പരിശോധന നടക്കേണ്ടതുണ്ട്. അതിനായി ഒരു വയോജന കമ്മീഷൻ രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിനായി വയോജന കമ്മീഷൻ ബിൽ തയ്യാറാക്കി വരികയാണ്. പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഭാരത് വികാസ് ഡയറി എല്ലാ ദിവസവും രാത്രി 8-ന് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുടെ ശിക്ഷ ഉയർത്തി ഹൈക്കോടതി. കേസിലെ 1 മുതൽ 8 വരെയുള്ള പ്രതികളായ അനൂപ്, മനോജ് കുമാർ, സുനിൽകുമാർ, TK രജീഷ്, മുഹമ്മദ് ഷാഫി, ഷിജിത്, ഷിനോജ്, KC രാമചന്ദ്രൻ, 11ാം പ്രതി മനോജൻ എന്നിവരുടെ ശിക്ഷാ കാലാവധി ഉയർത്തി. ഇവർക്ക് 20 വർഷം ശിക്ഷ ഇളവ് ഉണ്ടാകരുതെന്ന് കോടതി ഉത്തരവിട്ടു. ഹൈക്കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 10ാം പ്രതി KK കൃഷ്ണൻ, 12ാം പ്രതി ജ്യോതി ബാബു എന്നിവരുടെ ശിക്ഷ ജീവപര്യന്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ CPIM പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് പ്രഖ്യാപനം നടത്തിയത്. കാസർഗോഡ് MV
ബാലകൃഷ്ണ മാസ്റ്റർ, കണ്ണൂർ MP ജയരാജൻ, വടകര KK ശൈലജ ടീച്ചർ, കോഴിക്കോട് എളമരം കരീം, മലപ്പുറം V വസീഫ്, പൊന്നാനി KS ഹംസ, പാലക്കാട് A വിജയരാഘവൻ, ആലത്തൂർ K രാധാകൃഷ്ണൻ, ചാലക്കുടി പ്രൊഫസർ C രവീന്ദ്രൻ മാസ്റ്റർ, എറണാകുളം KJ ഷൈൻ ടീച്ചർ, ഇടുക്കി ജോയ്സ് ജോർജ്, ആലപ്പുഴ AM ആരിഫ്, പത്തനംതിട്ട ഡോക്ടർ TN തോമസ് ഐസക്, കൊല്ലം M മുകേഷ്, ആറ്റിങ്ങൽ V ജോയി. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ തിരുവനന്തപുരം ജില്ലയിലെ 2ാം ഘട്ട പര്യടനം സമാപിച്ചു. ഈ മാസം 9-ന് ആരംഭിച്ച 2ാം ഘട്ട പര്യടനം 28 സ്ഥലങ്ങളിൽ പര്യടനം പൂർത്തിയാക്കിയാണ് സമാപിച്ചത്. പനവിള, മുടവൻമുകൾ എന്നിവിടങ്ങളിലായിരുന്നു അവസാന പര്യടന സ്ഥലങ്ങൾ. കോഴിക്കോട് മലാപ്പറമ്പിലായിരുന്നു ഇന്നത്തെ പര്യടനം. നെഹ്റു യുവകേന്ദ്ര രാജ്യവ്യാപകമായി നടത്തുന്ന ജില്ലാതല യൂത്ത് പാർലമെന്റ് തിരുവനന്തപുരം ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജിൽ കേന്ദ്രമന്ത്രി V മുരളീധരൻ നാളെ രാവിലെ ഉദ്ഘാടനം ചെയ്യും. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടി സംസ്ഥാന വ്യാപകമായി ഞായറാഴ്ച നടക്കും. 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നത്. ISL ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് FC പഞ്ചാബ് FCയെ നേരിടും. രാത്രി 7:30-ന് ഹൈദരാബാദിലാണ് മത്സരം. വനിതാ പ്രീമിയർ ലീഗ് മത്സരത്തിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഗുജറാത്ത് ജയന്റ്സിനെ നേരിടും. രാത്രി 7:30-ന് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന് 2035ഓടെ സ്വന്തം ബഹിരാകാശ നിലയം ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവനന്തപുരം VSSCയിൽ 1800 കോടി രൂപയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. ഗഗൻയാൻ ദൌത്യത്തിൽ ബഹിരാകാശത്തേക്ക് പോകുന്ന മലയാളി ഉൾപ്പെടെയുള്ള 4 പേരുടെ പേര് പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി. പരിമിതികൾക്കിടയിലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിലൂടെ ജനക്ഷേമം ഉറപ്പുവരുത്താനാണ് ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് CPIM. TP വധക്കേസ് പ്രതികളുടെ ശിക്ഷ ഉയർത്തി ഹൈക്കോടതി. ISLൽ ഇന്ന് ഹൈദരാബാദ് FC പഞ്ചാബ് FCയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.